അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു ചോദ്യനായ ചങ്ങാതിയുടെ കഥയാണ്. കിങ്ങിണിപ്പുഴ തീരത്തുള്ള അത്തിമരത്തിലാണ് മിട്ടുക്കുരങ്ങൻ താമസിച്ചത്. ആ അത്തിമരം നിറയെ പഴുത്തു തുഴുത്തുള്ള അത്തിപ്പഴങ്ങളായിരുന്നു. ഒരു ദിവസം ചങ്ങന മുതലാച്ചാർ ആ വഴി വന്നു. പഴുത്തു തുഴത്തുള്ള അത്തിപ്പഴങ്ങൾ കണ്ട് ചങ്ങന വയൽ വെള്ളം മുറി. ചങ്ങൻ മിട്ടുവിനോട് പറഞ്ഞു, മിട്ടു മിട്ടു എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, ഇത്തിരി അത്തിപ്പഴങ്ങൾ പറിച്ചു തരാമോ? മിട്ടു അത്തിപ്പഴങ്ങൾ പറിച്ച് ചങ്ങനക്ക് കൊടുത്തു. ചങ്ങൻ സന്ദേശത്തോടെ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ചങ്ങൻ ദിവസവും അത്തിപ്പഴങ്ങൾ കഴിക്കാനായി വരാൻ തുടങ്ങി. അങ്ങനെ അവർ പതുക്കെ പതുക്കെ കൂട്ടുകാരായി. ഒരു ദിവസം ചങ്ങൻ മുതലാച്ചാർ മിട്ടുവിനടുത്തെത്തി. ചങ്ങൻ മിട്ടുവിനോട് പറഞ്ഞു, മിട്ടു എനിക്ക് കുറച്ച് അത്തിപ്പഴങ്ങൾ പറിച്ചു തരാമോ? എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാനാ, അവൾക്ക് നന്നായി ഇഷ്ടമാകും. മിട്ടു ഒരു വലിയ കുട്ട നിറച്ചും അത്തിപ്പഴങ്ങൾ പറിച്ച് ചങ്ങനക്ക് കൊടുത്തു. ചങ്ങൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ചങ്ങൻ വീട്ടിലെത്തിയതും ചങ്ങൻ അത്തിപ്പഴങ്ങൾ ഭാര്യയ്ക്ക് കൊടുത്തു. ഭാര്യ പറഞ്ഞു, ഹോ എന്തു മധുരമാണ് അത്തിപ്പഴങ്ങൾക്ക്. അങ്ങനെയാണ് ദിവസവും തിന്നുന്ന ഈ കുരങ്ങൻ്റെ ഹൃദയത്തിൽ എന്ത് സ്വാദായിരിക്കും. കൊതിയാവുന്നു, എനിക്ക് വേണം എനിക്ക് വേണം. ഇത് കേട്ട് ചങ്ങനക്ക് വിഷമമായി. അങ്ങനെ ചങ്ങൻ ഹൃദയം കൊണ്ടുവരാൻ സമ്മതിച്ചു. അങ്ങനെ ചങ്ങൻ അത്തിമരത്തിലേക്ക് തിരിച്ചുപോയി. ചങ്ങൻ അത്തിമരത്തിലെത്തിയതും ചങ്ങൻ മിട്ടുവിനോട് പറഞ്ഞു, മിട്ടു നിന്റെ മധുരമുള്ള അത്തിപ്പഴം തന്ന നിനക്കൊരു വിരുന്ന് സൽക്കാൻ തരണമെന്ന് എൻ്റെ ഭാര്യയ്ക്കൊരു നിർബന്ധം, നീ വരാമോ? മിട്ടു പറഞ്ഞു, ഞാൻ വരാം, പക്ഷെ എനിക്ക് നീന്താൻ അറിയില്ലല്ലോ. ചങ്ങൻ പറഞ്ഞു, നീ എൻ്റെ പുറത്ത് കയറിക്കോ, നമുക്ക് ഒന്നിച്ച് നീന്താം. മിട്ടുവിന് സന്തോഷമായി. മിട്ടു ചങ്ങൻ്റെ പുറത്ത് കയറി യാത്ര തുടങ്ങി. പുഴയുടെ നടുവിലെത്തിയതും ചങ്ങൻ മിട്ടുവിനോട് പറഞ്ഞു, മിട്ടു നിനക്കറിയാമോ ഞങ്ങളുടെ ഇന്നത്തെ ഭക്ഷണം നീയാണ്. എൻ്റെ ഭാര്യയ്ക്ക് നിൻ്റെ മധുരമുള്ള ഹൃദയം വേണമത്ര. ഇത് കേട്ട് മിട്ടു പേടിച്ചു പോയി. ഇത്രയ്ക്കൊരു ചതയനായ ചങ്ങാതിയാണല്ലോ വിശ്വസിച്ചത്. പെട്ടെന്ന് മിട്ടുവിനോട് ബുദ്ധി തോന്നി. മിട്ടു ചങ്ങനോട് പറഞ്ഞു, എടാ ചങ്ങാതി, ഇത് നേരുച്ചേ പറയണ്ടേ, ഞങ്ങൾ കുരങ്ങന്മാരുടെ ഹൃദയം മരപ്പൊത്തിലാണ് സൂക്ഷിക്കുക, ഈ ഹൃദയം എടുക്കാൻ തിരിച്ചു പോകണ്ടേ? ചങ്ങൻ പറഞ്ഞു, എന്നാൽ നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ അവർ അത്തിമരത്തിലേക്ക് തിരിച്ചു. അത്തിമര ചുവട്ടിലെത്തിയത് മിട്ടൊറ്റ ചാട്ടം അത്തിമരത്തിലേക്ക്. എടാ ചങ്ങാതി, ശരത്തിന് എങ്ങനെ ഹൃദയം മാറ്റിവെക്കാം? നീ ഇത്രയ്ക്ക് വിഡ്ഢിയായിരുന്നോ? തനിക്ക് പറ്റിയ അമ്മളി കൊടുത്ത് ചങ്ങനൊന്നും മിണ്ടാതെ തിരിച്ചുപോയി. ഈ കഥയിൽ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ചതയനായ സുഹൃത്തുക്കളോട് കൂട്ടുകൂടരുത്. ശുക്ര